ഗേയ്സ്, നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവട കണ്ടാലോ? അപ്പോൾ എല്ലാവരും വരൂ ഗേയ്സ്, നമുക്ക് വീഡിയോസിലോട്ട് പോകാം. ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉള്ളിവടയാണ്. ഉള്ളിവട. അപ്പം അതിനാവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഇഞ്ചി പൊടിച്ച്, പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള കടലമാവ്. അപ്പോൾ നമുക്ക് ബാക്കി മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി എല്ലാം നമുക്ക് 1/2 സ്പൂൺ വീതം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പം പെരുംജീരകപ്പൊടി ഇത്രയും മതിയാവും. സ്പൂൺ മതിയാവും. അപ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പിലയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി കടലമാവ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി കുറച്ച് എരി മതിയാവും. ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള സാധനം ഉപ്പ് പൊടിയാണ്. പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി നല്ലതുപോലെ ഒന്ന് ശകലം വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ച്, അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇനിയൊന്ന് ഇളക്കണം. നല്ലതുപോലെ നമുക്കൊന്ന് മാവ് കുഴച്ചെടുക്കാം. നമുക്കിനി ഇതിൽ മാവെല്ലാം നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലൊരു സാധനം ചേർത്ത് മീതെയായിട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മതിയാവും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു 20 മിനിറ്റോളം നമുക്കത് മൂടി വെച്ചിട്ട് നമുക്കെടുത്ത് ഉള്ളിവട തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇത് 20 മിനിറ്റോളം ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. അപ്പോൾ ഇത് അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു, 20 മിനിറ്റ് പറഞ്ഞിട്ട്. അപ്പം നമുക്കിനി ഉള്ളിവട തയ്യാറാക്കാം. അപ്പോൾ ഇതിൽ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതുപോലെ തന്നെ എല്ലായിടവും ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനി ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ വേണ്ട നല്ലതുപോലെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയും കൂടെ ഒഴിച്ചപ്പോൾ എണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല സോഫ്റ്റ്നെസ് കിട്ടും. ഓരോന്നോരോന്നായിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഓരോന്നായിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചാലേ ഉള്ളു വേവത്തുള്ളൂ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോളണം. എപ്പോഴും എന്ത് സംഭവം ഉണ്ടാക്കിയാലും തയ്യാറാക്കിയാലും ഫ്ലെയിം കുറച്ച് വയ്ക്കാം. അപ്പോൾ ഉള്ളു നല്ലതുപോലെ വെന്ത് വരും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം. അപ്പോൾ ഈ ഉള്ളിവട ഇവിടെ പാകമായി വന്നിട്ടുണ്ട്.
എടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്തത് ഓരോന്നിട്ട് നോക്കാം. ചെറിയ ഫ്ലെയിമിൽ ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഇതാ ലാസ്റ്റാണ്. അപ്പോൾ ഇതുകൂടെ കൊണ്ട് തീരും. ഇനി നമുക്ക് പച്ചമുളക് മാത്രം ഇട്ട് ചായക്കടലൊക്കെ തയ്യാറാക്കുന്നതോടെ നമുക്ക് തയ്യാറാക്കാം. അതായത് പച്ചമുളക് മാത്രം, പച്ചമുളക് തൈര് പൊടി ചേർത്തിട്ടുണ്ട്. നമുക്ക് മുളക് പൊടി ഒട്ടും ചേർക്കാൻ പാടില്ല. നല്ല ടേസ്റ്റാണ് ഉള്ളിവട. തൈരും കുറച്ച് വെളിച്ചെണ്ണയും അത് തന്നെ ഒരു ദിവസം മുന്നിൽ തയ്യാറാക്കുന്നതാണ്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഉള്ളിവട അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളിവട തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എല്ലാ റെസിപ്പിയെല്ലാം അതിൽ തയ്യാറാക്കുന്ന വിധം എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഉള്ളൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയറും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക. അപ്പോൾ നാളത്തെ വീഡിയോ കാണുമ്പോൾ അസ്സലാമലൈക്കും. ചൂട് ചായയുടെ കൂടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. മഴയത്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതിൽ വേണമെങ്കിൽ സോസ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ടൊമാറ്റോ സോസ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റാണ്.